അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. നിയമസഭ സമ്മേളിക്കുന്ന ഘട്ടമായപ്പോൾ അദ്ദേഹത്തെ അസംബ്ലി പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സ്പീക്കർക്ക് അത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് കത്ത് കൊടുത്തു. നിയമസഭയിൽ അദ്ദേഹം പ്രതിപക്ഷ ബെഞ്ചിന്റെ കൂടെ അല്ല ഇരുന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കേണ്ട വന്നു. അത്രയും നിലപാടുകൾ ഞങ്ങൾ കൃത്യമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് സാധാരണഗതി ഞാൻ പ്രസിഡന്റായതിനു ശേഷം അങ്ങനെ പരാതികൾ വന്നിരുന്നില്ല. എനിക്ക് കൃത്യമായൊരു പരാതി വന്നത് ഇന്നലെയാണ്. ആ പരാതിയിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല, സ്ഥലമോ പരാതിക്കാരിയുടെ പേരോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാനത് നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനായ ഒരാളെന്ന നിലയ്ക്ക് ഞാനപ്പോൾ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഞാനത് കേരളത്തിൻ്റെ DGPക്ക് പോലീസ് മേധാവിക്ക് അയച്ചു കൊടുത്തു. പരാതിക്കാരിക്ക് അത് സംബന്ധിച്ചൊരു മറുപടി ഞാൻ അയച്ചു കൊടുത്തു. മറ്റൊരു പരാതി നേരത്തെ എനിക്ക് കിട്ടിയത്, എനിക്ക് പ്രതിപക്ഷ നേതാവിനും കിട്ടിയത്, അത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന് ശേഷമാണ്. മുഖ്യമന്ത്രി ആ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് കൈമാറിയതിന് ശേഷമാണ്. അപ്പോൾ പിന്നെ അത് ഞങ്ങൾ പ്രത്യേകിച്ച് അതിൽ നിയമ നടപടി ഓൾറെഡി ആരംഭിച്ചു. അതിന് ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ഇതായിരുന്നു സാഹചര്യം. അപ്പോൾ CPM നേതാവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് കോടതിയും പോലീസും ഒക്കെ ഞങ്ങൾക്കുണ്ടെന്ന്. കോൺഗ്രസ് പാർട്ടിക്ക് കോടതിയും പോലീസും ഇല്ല. കോൺഗ്രസ് പാർട്ടി നിയമ സംവിധാനത്തിൽ വിശ്വസിക്കുന്നു. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി പോലീസിന് കൈമാറി. അതിൻ്റെ സാങ്കേതികത്വം ഒന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏത് ഉത്തരവാദിത്തപ്പെട്ടയാളോട് മാധ്യമങ്ങൾ ചോദിച്ചോ, ഞങ്ങൾ എവിടെയൊക്കെ സംസാരിച്ചോ, എല്ലാവരും പറഞ്ഞത് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് തന്നെയാണ്, അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ്. അക്കാര്യം ഞങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ പറയുന്നു. നിയമാനുസൃത നടപടികളുമായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കട്ടെ, മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ്. അപ്പം ഞങ്ങളും CPM സ്വീകരിക്കുന്ന ഈ നയ വ്യത്യാസം, അവർ പ്രതികളെ ഭരണത്തിൻ്റെ ബലത്തിലും പാർട്ടിയുടെ തണലിലും സംരക്ഷിക്കുമ്പോൾ, ഞങ്ങൾ പരാതി ഉയരുന്നതിന് മുൻപേ വാർത്തകൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾ അതിൽ ഉചിതമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഗൗരവത്തിൽ ആ വിഷയത്തെ കണ്ടിട്ടുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ശബരിമല സംഭവത്തിൽ ഇന്നും കോടതി വളരെ ഗൗരവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ആ കാലാവധി നീട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. ജയിലിൽ കിടക്കുന്ന പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളുകയാണ് ചെയ്തത്. വളരെ ഗൗരവത്തിൽ അത് ജനങ്ങൾ വീക്ഷിക്കുന്ന കാര്യമാണ്. നഷ്ടപ്പെട്ട സ്വർണ്ണം എത്രയെന്ന്, മോഷ്ടിക്കപ്പെട്ട സ്വർണ്ണം എത്ര, അതിന് എത്ര വില വരും, എത്ര കിലോ തൂക്കം വരും, അത് ആർക്ക് വിറ്റു. ഒരു കേസിനെ സംബന്ധിച്ച് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, മോഷണ വസ്തുക്കൾ തിരികെ കിട്ടേണ്ടത് ആവശ്യം, ഒരു കാര്യം. രണ്ട്, ഇത് ആ മോഷ്ടിക്കപ്പെട്ട സ്വർണത്തിന്റെ വില മാത്രമല്ല, അതിന് വിശ്വാസ സംബന്ധമായ, ആരാധനാ സംബന്ധമായ വലിയ മൂല്യം അതിനുണ്ട്. അതിന് കോടികളുടെ മൂല്യത്തെക്കാൾ, രൂപയുടെ അടിസ്ഥാനത്തിലുള്ള കോടികളുടെ മൂല്യത്തെക്കാൾ വിശ്വാസികൾ അതിന് വലിയ വില കൽപ്പിക്കുന്നുണ്ട്. ആ തിരികെ കിട്ടണം. തിരികെ കിട്ടണമെങ്കിൽ പോലീസ് എന്ത് ചെയ്യണം? പ്രതികളെ ചോദ്യം ചെയ്യണം. ഇനിയൊരു ക്രിമിനൽ കേസ് പ്രതികൾക്ക് ശിക്ഷ കിട്ടത്തക്ക രൂപത്തിൽ അതിൻ്റെ അന്വേഷണം പോകണമെങ്കിലും കളവ് മുതൽ കണ്ടെടുക്കണം. കളവ് മുതൽ കണ്ടെടുക്കാൻ പ്രതികളെ ചോദ്യം ചെയ്യണം. ഇതുവരെ അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. അതിന് ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. വിശ്വാസികളുടെ ശക്തമായ പ്രതിഷേധത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് തന്നെ UDF കരുതുകയാണ്. തികഞ്ഞ വിജയപ്രതീക്ഷയിൽ എല്ലാവരുടെയും പ്രത്യേക സഹായ സഹകരണങ്ങൾ, മാധ്യമ സുഹൃത്തുക്കളുടെയും എല്ലാ സഹായത്തിനും പ്രത്യേകം നന്ദി പറഞ്ഞ് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്.